നമസ്കാരം. പ്രളയം കേരളത്തിൽ വിതച്ച നാശത്തിന്റെ നടുങ്ങുന്ന ഓർമ്മകളിൽ നിന്നും ഇപ്പോഴും നാം മുക്തരായിട്ടില്ല. ഡാമുകളിൽ നിന്നും കുതിച്ചെത്തിയ ജലം കൊണ്ട് മുറിവേറ്റവർ നിരവധിയുണ്ട്. പ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണെന്നാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഡാം തുറക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പ്രളയത്തിന്റെ കാരണം കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രളയ കാരണം ഡാം മാനേജ്മെന്റിലെ വീഴ്ച, ജുഡീഷ്യൽ അന്വേഷണം വേണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. പ്രളയ കാരണം ഡാം മാനേജ്മെന്റിലെ വീഴ്ച, ജുഡീഷ്യൽ അന്വേഷണം വേണോ എന്നുള്ളതാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്ന വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നു. ബംഗളൂരുവിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകനാണ് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിക്കുന്നത്. ജോസഫ്, നമുക്കറിയാം പ്രളയം ഉണ്ടായ കാലഘട്ടം 450ഓളം ജീവനുകൾ പൊലിഞ്ഞു. അങ്ങനെ നിരവധി ദുരന്തങ്ങളുണ്ടായി. എന്തായാലും ആ ദുരന്തത്തിൽ നിന്നൊന്നും ഇപ്പോഴും നമ്മൾ മുക്തരായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ഹർജികൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ആ ഹർജികളുടെ ഒരു പശ്ചാത്തലത്തിലാണ് അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിച്ചതും ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും. പക്ഷേ ആ പറയുന്ന റിപ്പോർട്ട് വളരെ ഗൗരവമേറിയതാണ്. ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഡാം മാനേജ്മെൻറ്റിലെ വീഴ്ചയാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണമാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അത്തരമൊരു ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ കമ്പക്കുളംകാരനാണ്, കുട്ടനാടുകാരനായ ഒരു വ്യക്തിയാണ്. ബാംഗ്ലൂർ താമസിക്കുന്നതിൽ ഈ പ്രളയത്തിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയെ കൂടിയാണ് എന്റെ കുടുംബം. അതുകൊണ്ടാണ് എനിക്കിതിൽ കൃത്യമായി പറയാൻ എനിക്ക് സാധിക്കുന്നത്. അതായത് ഈ വെള്ളം ഉയർന്ന് ഈ ജൂലൈ 20 കൂടി തന്നെ ഞങ്ങള് കുട്ടനാടുകാർക്ക് വെള്ളം കാണാൻ തുടങ്ങി. അതൊരു സാധാരണ പ്രതിഭാസമായിട്ട് ഞങ്ങൾ എടുത്തു. പക്ഷെ ഒരു 25 കൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായിട്ട് തോന്നി. ഈ അവസരത്തിൽ ഞങ്ങൾ ചെയ്യാൻ ആരോടെ ചോദിക്കുക, ഈ ജനങ്ങൾക്ക് ഒന്ന് സഹായിക്കാനായിട്ട് സർക്കാർ എന്ന് പറയുന്ന സർക്കാരാണ് നിങ്ങളെ സഹായിക്കുന്നത്. ആ സമയത്ത് ഒരു മന്ത്രിയായിരിക്കുന്ന എം മണി ഇടുക്കി ഡാമിന്റെ മേൽഭാഗത്ത് നിന്നുകൊണ്ട് പ്രസ്താവന ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറയാണ്, ഏതാണ്ട് ഇപ്പോൾ വെള്ളം തുറന്നു വിട്ടാൽ ഏതാണ്ട് 7 കോടി രൂപയോളം സർക്കാരിന് കിട്ടുന്ന തുക നഷ്ടമാകും. തുറന്നു വിട്ടാൽ തുക മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തന്ത്രപ്രധാനമായുള്ള മിനിസ്ട്രികളെ ഓക്കെ നന്ദി പ്രതികരിച്ചതിന്. ബംഗളൂരിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകന്റെ പ്രതികരണമാണ് കേട്ടത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. കോയമ്പത്തൂരിൽ നിന്നും രമണൻ എന്ന പ്രേക്ഷകൻ. ശ്രീ രമണൻ, ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് ഇനി നമ്മൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് പ്രത്യേകിച്ചും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. ഇവിടെ KSEB പറഞ്ഞ മറുപടിയും വളരെ ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് KSEBയുടെ നിലപാട് ആരായാൻ, ഹിയറിംഗ് നടത്താൻ അമിക്കസ് ക്യൂറി തയ്യാറായില്ല എന്ന വിമർശനം KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ്. ആ ഒരു അന്വേഷണം മുന്നോട്ട് വെക്കുമ്പോൾ അത്തരമൊരു അന്വേഷണത്തിലേക്ക് സർക്കാർ പോകേണ്ടതാണോ? എന്താണ് പറയാനുള്ളത്? സാറ്, തീർച്ചയായിട്ടും ഈ പ്രളയത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം ഈ ജൂലൈ 15 കൂടിയൊക്കെ തന്നെ ആ ടൈമിന് നല്ല മഴ ശക്തമായ ഒരു ടൈമായിരുന്നു. ആ ടൈമിന് ഡാം ഏകദേശം തുറന്ന് വിടാനുള്ളൊരു സൗകര്യം പറ്റ ടൈമായിരുന്നു. അങ്ങനെ തുറന്നിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രളയത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കടുംപിടുത്തം പിടിച്ചത് MM മണി എന്നുള്ള വൈദ്യുതി മന്ത്രിയുടെ ഒരു അപാകതയാണ്. പുള്ളിയുടെ കർശന കടുംപിടുത്താണ് ഈ പ്രളയം ഇത്രയും രൂക്ഷമാകാനുള്ള കാരണം. ഒരു പരിധിവരെയെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം മണിക്ക് തന്നെയാണ് മന്ത്രി. ശരി, നന്ദി
പ്രതികരിച്ചതിന് രമണൻ കോയമ്പത്തൂരിൽ നിന്നും. ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ പ്രേമൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിക്കുകയാണ് പ്രേക്ഷകർ. ഇപ്പോൾ പ്രതികരിച്ച രണ്ടുപേരും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ വന്ന അല്ലെങ്കിൽ സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ വന്ന പാളിച്ചകൾ തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് രണ്ട് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. താങ്കളുടെ നിലപാട് എന്താണ്? ഇവിടെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ അടക്കം പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ഗൗരവമായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവിടെ നടപ്പാക്കുന്നതിൽ ശ്രദ്ധ പുലർത്താത്തതാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണം എന്നാണ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട കക്ഷികളുമെല്ലാം നേതാക്കളുമെല്ലാം പറയുന്നത്. അല്ല, ഇത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നമ്മൾ കാണണം. അതുപോലെ കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റി അവര് പോലും കണ്ടെത്തിയത് ഇത് ഡാം ദുരന്തമല്ല, ഇതൊരു പ്രകൃതി അപ്രതീക്ഷിതമായി വന്ന ഒരു മഴ, അത് അത്രയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്രയും ഭയങ്കരമായ ഒരു മഴയൊക്കെ തുടർന്നുണ്ടായിട്ടുള്ള ജനങ്ങൾ. അതുകൊണ്ട് ഗവൺമെന്റ് വേണ്ട രീതിയിൽ മുൻകരുതൽ എടുത്തിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാലും കേന്ദ്ര ഗവൺമെന്റിന് പോലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇത്തരത്തിലൊരു വൻ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിച്ചില്ല എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് ചില പാളിച്ചകളുണ്ട്. ഡാം തുറക്കുന്നത് കുറച്ച് താമസിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇത്രയും മഴ പെയ്യും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ഇത് 16-ാം തീയതി ആരംഭിച്ച മഴ 28-ാം തീയതി വരെ തുടർന്ന് 28-ാം തീയതിയാണ് ഈ ഡാം ദുരന്തം ഇത് ഗവൺമെന്റ് വരുത്തിവെച്ച ദുരന്തം എന്ന രീതിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ചേർന്ന് അതിൽ വെച്ചിട്ടാണ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുന്നത് ഇത് ഡാം ദുരന്തമാണെന്ന്. അതിനുശേഷമാണ് ഈ ഡാം ദുരന്തം എന്ന ഒരു ചർച്ചയെ ഉരുവായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഗവൺമെന്റ് ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. മുൻകരുതൽ എന്ന രീതിയിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ ഒരു ഡാം ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള വെള്ളത്തിന്റെ വരവ് അത് കാണാനുള്ള ഇത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ടുള്ള വന്ന മഴ, ആ മഴയെ തുടർന്നുണ്ടായിട്ടില്ല ഒരാളും പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കുന്നതിന് ഇടയാക്കിയതും ഇത് തന്നെയാണ്. ശരി, പ്രേമൻ ചെന്നൈയിൽ നിന്നും. കൊച്ചിയിൽ നിന്നും രതീഷ് എന്ന പ്രേക്ഷകനാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം അറിയിക്കുന്നത്. രതീഷ്, ഇവിടെ ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? എന്താണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? KSEBയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം കൂടി ഈ സമയത്ത് നമ്മൾ കൂട്ടി വായിക്കണം. വേണ്ട തരത്തിലുള്ള ഒരു ഹിയറിംഗ് നടത്താൻ ഈ അമിക്കസ് ക്യൂറി തയ്യാറായിട്ടില്ല എന്നുള്ളത് KSEBയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ കാണേണ്ടത് പൊളിറ്റിക്കൽ ആംഗിളിലല്ല കാണേണ്ടത്, നമ്മളിത് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ആംഗിളിലാണ് കാണേണ്ടത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് മിസ്റ്റേക്കാണ്. ഈ ഒരു ആഴ്ചയോളം പ്രളയം നടന്ന ഒരാഴ്ചയോളം നമ്മുടെ വെതർ ഫോർകാസ്റ്റിനെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഓഫ്ഷോറിൽ വർക്ക് ചെയ്യുന്ന സൗദി അറേബ്യ ഓഫ്ഷോർ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ വെതർ ഫോർകാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ മൂവ്മെന്റും ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 1 വീക്കിന്റെ വെതർ ഫോർകാസ്റ്റ് എങ്കിലും ഞങ്ങൾക്ക് ദുബായിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയേഴ്സിന് ഈ പറഞ്ഞ ഫോർകാസ്റ്റുകൾ കിട്ടാതിരുന്നത്? അവരെന്തുകൊണ്ടാണ് അതിനെ റിലേ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടാതിരുന്നത്? അങ്ങനത്തെ ഒരുപാട് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ശരിക്കും ആൻസർ റീസണബിൾ ആയിട്ട് വരുന്നത്. ശരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് ഈ പൊതുവെ ചർച്ച ചെയ്യുന്നത് കറക്റ്റീവ് ആക്ഷനെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റീവ് ആക്ഷൻ എടുക്കേണ്ടത് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ ആണ്. അത് ശരിക്കും പൊളിറ്റിക്കലായിട്ട് കാണുന്നതിൽ അതിനകത്ത് നമുക്കൊരു കറക്റ്റീവ് ആക്ഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ലെവലിൽ മാനേജ്മെന്റ് ലെവലിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥാ സംവിധാനങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാതെ അവർ തരുന്ന ഡേറ്റാസ് അവർ തരുന്ന ഡേറ്റാസിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും തന്നെ കൃത്യമായിട്ട് ഡേറ്റ ഇപ്പോൾ ലോകത്ത് അവൈലബിൾ ആണ്. രതീഷ്, ശരിയാണ്, ഇത് രാഷ്ട്രീയമായി കാണേണ്ട ഒരു വിഷയമല്ല, സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുൻകൂട്ടി തന്നെ ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഈ ഡാമിൽ ചെളി അടക്കമുള്ളവ കൂടിക്കിടക്കുകയായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നീക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ ഈ അമിക്കസ് ക്യൂറി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലും വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പിഴവാണ്. നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലും നമ്മുടെ ഉദ്യോഗസ്ഥ സിസ്റ്റത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പർപ്പസ് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാനും അത് ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് ആക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇത്രയും ഭാരിച്ച ശമ്പളം കൊടുത്തിട്ട് ഈ പറഞ്ഞ എഞ്ചിനീയർമാരെ വെച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഇതൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഭരണതലത്തില്
തീർച്ചയായിട്ടും നമ്മളതൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. ഇതേപോലത്തെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ ഈ ഒരു സംഭവം തന്നെ. നന്ദി പ്രതികരിച്ചതിന്. കൊച്ചിയിൽ നിന്നും രതീഷ് എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകൻ. ശ്രീ അരുൺ, ഇപ്പോൾ രതീഷ് പറഞ്ഞതുപോലെ അത് വളരെ വിശദമായി തന്നെ അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇവിടെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ച കൂടി ഇതിനൊരു കാരണമായി കണക്കാക്കണ്ടേ? തീർച്ചയായിട്ടും ഇത് പറയാം, കേൾക്കുന്നുണ്ട്, തുടരാം. ഇത് കൂടുതലും വന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വീഴ്ചകൾ തന്നെയാണ്. കാരണം ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ട് തന്നെ. കാരണം ഞാൻ ഇത് ഈ ഡാമുകൾ നിറയുന്നതും ഇത് എപ്പോ തുറന്നു വിടുമെന്ന് നോക്കി ഞങ്ങളും ദിവസം, കാരണം രാവിലെ തീയുടെ മുമ്പിൽ പോയാൽ വൈകുന്നേരം വരെ ഞാനും കുത്തിയിരുന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ്. മനസ്സിലായി? ആ സമയത്താണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നമ്മുടെ വൈദ്യുതി മന്ത്രി പുള്ളിക്കാരൻ അവിടെ വന്നുകൊണ്ട് പറയുന്നത് ഇത് ഇപ്പൊ തുറക്കും, പിന്നെ തുറക്കും, കുറച്ച് കഴിഞ്ഞ് തുറക്കും. എന്നിട്ട് ലാസ്റ്റ് പുള്ളി പറഞ്ഞത് തുറന്നു വിടാൻ ഒക്കത്തില്ല, ഗവൺമെന്റിന് ഭയങ്കരമായ ഭീമകരമായ നഷ്ടം ഉണ്ടാവും, അതുകൊണ്ട് ഇത് തുറന്നു വിടുന്നില്ല. എന്നിട്ട് ലാസ്റ്റില് ഈ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് കുറച്ച് ഇത് തുറന്നു വിട്ടിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു നാശനഷ്ടം സംഭവിക്കത്തില്ലായിരുന്നു. രണ്ടാമത് ഓരോ ഡാമും നേരത്തെ അതിന്റെ വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നാണ് അതിന്റെ വിചാരം. കാരണം അന്നത്തെ ആ സീൻ ഞാൻ കണ്ടോണ്ടിരുന്നതാണ്. കാരണം 75% അല്ല 90% ഗവൺമെന്റിലെ അനാസ്ഥയാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥര് നമ്മുടെ ഗവൺമെന്റ്, ഞാൻ ഇനി ഒരു കാര്യം പറയാം, നമ്മുടെ കേരള ഗവൺമെന്റിലെ ജോലി ചെയ്യുന്നവര് നമ്മൾ വിരട്ടി ഓടിച്ച് ജോലി ചെയ്യുന്നതിന്റെ കൂട്ടം അല്ല, ആർക്കും ജോലി എന്നെ ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്തമായിട്ട് ഞാൻ ചെയ്യണം എന്നുള്ള യാതൊരു ഉദ്ദേശത്തോടൊന്നും കൂടി അവിടെ ജോലി ചെയ്യുന്നില്ല. ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യാണ് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേരളത്തിലല്ല ഈ ഗവൺമെന്റ് ജീവനക്കാർ ചെയ്യുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ നിലപാട് വ്യക്തമാണ്. നന്ദി പ്രതികരിച്ചതിന്. ആലപ്പുഴയിൽ നിന്നും രതീഷ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. രതീഷ്, ഇവിടെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അമിക്കസ് ക്യൂറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അതുതന്നെയാണ്. ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു. എന്താണ് അത്തരമൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡാം മാനേജ്മെന്റിന്റെ വീഴ്ച സംബന്ധിച്ചുള്ള അവിടെ എന്തെങ്കിലും വീഴ്ച പറ്റിയോ എന്നുള്ളത് അറിയണമെങ്കിൽ ഈ ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണോ ആവശ്യം? തീർച്ചയായിട്ടും ഇത് ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും BJPയും പറഞ്ഞതാണ് ഇത് ഫാബ്രിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ്, അല്ലാതെ ഇത് പ്രകൃതിയാ ഉണ്ടായ സംഭവമല്ല. കാരണം കേന്ദ്രത്തിൽ നിന്ന് വരെ, അതായത് കേന്ദ്രത്തിൽ നിന്ന് വരെ ഇതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മഴ ശക്തമായിട്ടുണ്ടാവും, അതിനുവേണ്ട മുൻകരുതൽ എടുക്കണമെന്ന് വരെ നമ്മുടെ ന്യൂസ് 18 ചാനലിൽ വരെ വ്യക്തമായിട്ട് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചതാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മിനിസ്റ്ററിയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും വളരെ അനാസ്ഥയായിട്ട് പെരുമാറിയിട്ടാണ് ഇങ്ങനൊരു സംഭവം, ഇത്തരം വരൾച്ച കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഞങ്ങൾ അതിന്റെ വിക്ടിമാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. എന്റെ വീടിനകത്ത് വരെ വെള്ളം കയറിയാണ്. ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറാത്തതാണ്. ഞങ്ങളുടെ വീട്ടിൽ വരെ വെള്ളം കയറിയതാണ്. കാരണം ഞങ്ങൾ കുറച്ച് ഉയർന്ന സ്ഥലത്ത് കുറച്ച് മാറി നിൽക്കുന്ന സ്ഥലത്തായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊന്നും വീടിന്റെ പരിസരത്ത് പോലും ഇതുവരെ വെള്ളം വന്നിട്ടുള്ളതാണ്. ഇത് സർക്കാരിന്റെ അനാസ്ഥയാണ്, സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ നമ്മുടെ സ്വന്തം സൈന്യം എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരങ്ങളായ മീൻപിടുത്തക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ അങ്ങോട്ട് പരിപോഷിച്ച് അവർക്ക് ഇന്നത് കൊടുക്കും അത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിന്റെ പ്രശ്നങ്ങൾ, സർക്കാർ സൃഷ്ടിച്ച ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതിനാണ് UAE നിന്ന് 700 കോടി 1300 കോടി എന്നൊക്കെ പറഞ്ഞുള്ള ഫേക്ക് ന്യൂസും ഉണ്ടാക്കി. നന്ദി, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. നന്ദി പ്രതികരിച്ചതിന്. കാഞ്ഞങ്ങാട് നിന്ന് ഇസ്മായിൽ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ഇസ്മായിൽ, ഇവിടെ ഡാം മാനേജ്മെന്റിന്റെ വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് ആണ് റിപ്പോർട്ട്. അമിക്കസ് ക്യൂറി പറയുന്നത് അത്തരത്തിലാണ്. നിരവധി കാര്യങ്ങൾ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അവിടെ എന്തൊക്കെ തരത്തിലാണ് വീഴ്ച സംഭവിച്ചത്, ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയെക്കുറിച്ച് കൂടി ആ റിപ്പോർട്ട് സൂചന നൽകുന്നുമുണ്ട്. അതിനെല്ലാം ഇത് സംഭവിച്ചതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കാൻ അത് ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ എന്താണ് സംഭവിച്ചത്, എവിടെ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ എന്നാണ് അമിക്കസ് ക്യൂറി പറയുന്നത്. എന്താണ് താങ്കളുടെ നിലപാട്? കാരണം ഈ ദുരന്തം ഉണ്ടായ ആ സന്ദർഭം തന്നെ എല്ലാവരും പറഞ്ഞതാണ്. കാരണം ഇതിലെന്തോ പാകപ്പിഴ വന്നിട്ടുണ്ട്, അത് ഒരിക്കൽ അന്വേഷണത്തിന് വിട്ടു കൊടുക്കണമെന്ന്. പക്ഷെ ഇന്ന് വരെ അത് ചെയ്തില്ല. പക്ഷെ ഇപ്പോഴും നമുക്കറിയാം കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി അത് ആർക്ക് വേണ്ടിയിട്ടും അല്ലല്ലോ, അത് ജനങ്ങളുടെ ഇനി വരാൻ പോകുന്ന ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം അവർ പൂർത്തീകരിച്ച് ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ എന്നെ പോലെയുള്ളവർക്ക് അതിൽ ഒരു കാര്യമില്ല. കാരണം അവർ പറയുന്ന ആ അന്വേഷണം കൊണ്ടുവന്ന്
ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിന് കാരണക്കാരായവരെ ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇനി മേലിൽ അങ്ങോട്ടുള്ള നാളുകളിലും ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് വരാൻ പോകുന്ന ഭരണക്കാരാരായാലും. അതുപോലെ തന്നെ ഇത്ര വലിയ ടെക്നിക്കലായ ഒരു വകുപ്പൊക്കെ ഒരു അറിവുമില്ലാത്തവരുടെ കയ്യിലൊക്കെ കൊടുത്താൽ വലിയ അപകടം ഇനിയും ഉണ്ടാകും എന്ന ഒരു സൂചന കൂടി ഇതിലുണ്ട്. വളരെ ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പദ്ധതി, ഒരു കാര്യം. 450ഓളം ജനങ്ങളുടെ ജീവൻ അപഹരിച്ചു എന്ന് മാത്രമല്ല പല ആളുകളുടെയും ജീവിതം തന്നെ അട്ടിമറിച്ച ഒരു ഘട്ടമാണ് ഉണ്ടായത്. ഇനി അത് ഉണ്ടാകാൻ പാടില്ല. ശക്തമായ അന്വേഷണം, ഏത് അന്വേഷണമാണ് കോടതി നിരീക്ഷണത്തിൽ വരുന്നത്, ആ അന്വേഷണം വന്ന് അതിൽ ആർക്കൊക്കെ ഇതിലൊക്കെ ഈ പാകപ്പിഴ വന്നിട്ടുണ്ട് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, നന്ദി. പ്രതികരിച്ചത് ഇസ്മായിൽ കാഞ്ഞങ്ങാട് എന്ന. വടകരയിൽ നിന്നും നാണു എന്ന പ്രശ്നത്തിലേക്ക് പോകാം. നാണു, ഇവിടെ ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആ പറയുന്നതിൽ എത്രത്തോളം കഴമ്പുണ്ട്? കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ, എത്രത്തോളം കഴമ്പുള്ളതാണ് ആ കാര്യങ്ങൾ? സാറേ, ബഹുമാന്യനായ എന്റെ തൊട്ടടുത്ത പ്രേക്ഷകൻ ഇസ്മായിൽ സാറ്, ഹലോ, പറയാം, കേൾക്കുന്നുണ്ട്. ബഹുമാന്യനായ എന്റെ തൊട്ടടുത്ത് പ്രതികരിച്ച ഇസ്മായിൽ സാറില്ലേ, അദ്ദേഹം വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കാര്യത്തെ പറ്റി സൂചിച്ചത്. പക്ഷെ അതിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഒരു ലൈൻമാന്റെ വിവരമെങ്കിലും ഉള്ള ഒരാളെ ഇലക്ട്രിസിറ്റി മന്ത്രിയാക്കി വെക്കുവാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കണമായിരുന്നു. ഇനിയും പ്രളയം, ഇനിയും വർഷകാലവും കെടുതിയും ഒക്കെ വരുവാൻ പോവുകയാണ്. ഇനിയും ഈ അനുഭവം ഇല്ലാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇതിലും വലിയ അപകടം സംഭവിക്കും. ഇന്ന് തന്നെ അദ്ദേഹം ഇത് വന്നപ്പോൾ നോക്കുകയാണ്. അദ്ദേഹം പ്രതികരിക്കാതെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാ. അദ്ദേഹം വലിയ വാശിക്കാരനാ, അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹം പണ്ടത്തരം ഇങ്ങനെ പറയാണ്. അതുപോലെ ഈ ഇലക്ട്രിസിറ്റി വകുപ്പ് കൈകാര്യം ചെയ്യലും ഡാം തുറക്കലെന്നും അദ്ദേഹത്തിന്റെ ധാരണ. അതുകൊണ്ട് ഈ മന്ത്രിയെ മാറ്റണം, ഈ വിദ്യുത് ശക്തി വകുപ്പിനെ മാറ്റാൻ മുഖ്യമന്ത്രി ഉടനെ നടപടി എടുക്കണം. ഇല്ലേ ഇതിലും വലിയ ദുരിതങ്ങൾ ഉണ്ടാവും. ശരി, നന്ദി പ്രതികരിച്ചതിന്. പത്തനംതിട്ടയിൽ നിന്നും സുനിൽ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. സുനിൽ, ഇവിടെ ഈ പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയോ? ഇത് സത്യത്തിൽ ഇത് സർക്കാരിന് വലിയൊരു പാളിച്ചയാണ് സംഭവിച്ചേക്കുന്നത്. അതായത് നമ്മുടെ ഹലോ, ടിവിയുടെ ശബ്ദം കുറച്ചതിന് ശേഷം താങ്കൾ സംസാരിക്കൂ. വകുപ്പ് മന്ത്രി, ഹലോ. ശരി, നന്ദി പ്രതികരിച്ചതിന്. ദയവായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നവർ ടിവിയുടെ ശബ്ദം കുറച്ചതിന് ശേഷം സംസാരിക്കുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ നിലപാടുകൾ കൃത്യമായി അറിയാനും കേൾക്കാനും കഴിയൂ. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രശ്നത്തിലേക്ക് പോകാം. വിഷ്ണു, എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം താങ്കൾ കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്ന ഒരു പ്രേക്ഷകൻ കൂടിയാണ്. ഈ വിഷയത്തിൽ നമുക്കറിയാം, പ്രളയം അത് നമ്മൾ അനുഭവിച്ചതാണ്. നിരവധി ജീവനുകൾ നമുക്ക് നഷ്ടമായ ഒരു സാഹചര്യം കൂടിയായിരുന്നു ആ സമയത്ത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ ഇടപെട്ട് അമിക്കസ് ക്യൂറി വയ്ക്കുകയും അമിക്കസ് ക്യൂറി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി കാര്യങ്ങൾ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണെന്ന് കൃത്യമായി എടുത്തു പറയുന്നു. എന്താണ് പ്രതികരണം? സാർ, ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടൊരു നെഗ്ലിജൻസിന്റെ കാര്യമാണ് വരുന്നത്. ഒരു ഡോക്ടർ നെഗ്ലിജന്റ് ആയി കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് മരിക്കുന്നു, 4-5 ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും എഫക്റ്റഡ് ആവുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം പിരിഞ്ഞ് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ KCBയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഫോർ എക്സാമ്പിൾ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആ ഷട്ടർ തുറന്നു വിടുന്ന ആള് രാത്രി ഉറങ്ങിപ്പോയതായിരിക്കും. പക്ഷെ അത് എത്ര പേര് എഫക്ട് ചെയ്യുന്നുള്ളത് അതൊരു മാസാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ ഒരു ഡോക്ടറിന്റെ നെഗ്ലിജൻസ് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ആൾക്കാരാണ് എഫക്റ്റഡ് ആവുന്നത്. ഒരു എഞ്ചിനീയർ പാലം നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ 1000 പേര് ഒന്നൊരു സമയത്ത് മരിക്കും. അത് കണക്ക് തന്നെ ഒരു അങ്ങനെ ഒരേ അഡീഷണൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ സ്ട്രിക്റ്റിലായിട്ട് ഒരു പ്രസിഡന്റ് കൊണ്ടുവരാനുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇതിനകത്ത് മന്ത്രിക്ക് അതിൻ്റെതായ പൊളിറ്റിക്കൽ വ്യൂ എന്തെങ്കിലും ഉണ്ടോ അത് കറക്റ്റായിട്ട് പിടിക്കണം. പിന്നീട് ഓഫീസേഴ്സിന് അതിൻ്റെതായ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇത് പിടിച്ചില്ലെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ സബ്സിഡന്റ് വരും. ഇല്ലെങ്കിൽ ഇത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് വരും. മാത്രമല്ല നമ്മൾ നോക്കൂ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആർക്കാ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്, ആർക്കാ എന്തിനേയും റെസ്പോൺസിബിലിറ്റി? ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ചു, ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഷീ ജിൻപിങ്ങിന്റെ പേര് 10 ജിൻപിങ് എന്ന് വായിച്ചതിന് ഒരു ജേർണലിസ്റ്റിന്റെ ജോലി കളഞ്ഞില്ലേ? ആ കുട്ടി അത് പഠിച്ചില്ലെന്നേ ഉള്ളൂ. അത് 10 അത് 11 എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആവശ്യം നോളജ്, റോമൻ നോളജിനെ പറ്റി നോളജും വരുമുണ്ട്. ഇത് നോളജും കയറി പരീക്ഷ എഴുതി ഒരു പരീക്ഷ കയറി ജോലി ഇരുന്നിട്ട് ചെയ്യുന്ന ജോലി ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ എന്തിനാണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നത്? അതിനേക്കാൾ വീട്ടിൽ ഇരുന്നൂടെ? അതാണ് ചോദിക്കുന്നത്.
ശരി, നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. തമ്പി എബ്രഹാം. ശ്രീ തമ്പി എബ്രഹാം, ഇവിടെ അപ്രതീക്ഷിതമായ മഴയാണ് പ്രളയത്തിന് കാരണമെന്ന വിലയിരുത്തലാണ് പ്രധാനമായും ഈ സർക്കാർ ഭാഗത്തു നിന്ന് അന്ന് ഉയർന്നു വന്നിരുന്നത്. പക്ഷെ അതൊന്നും ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. ശ്രീ തമ്പി എബ്രഹാം, കേൾക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു കാരണവശാലും അത് ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരിതാണ്. കാര്യം വെച്ചാൽ ഒരു കാരണവശാലും ഈ മഴയുടെ പ്രശ്നത്തിലല്ല ഇത് സംഭവിച്ചേക്കുന്നത്. ഇത് ആ ഒരു മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ പറ്റിയ ഒരു എന്താ പറയാ, അവർക്കുള്ള ഡിസ്മാനേജ്മെന്റ്. കാര്യം അവർക്കിത് ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ശരി, കൊച്ചിയിൽ നിന്നും തമ്പി എബ്രഹാം ആണ് പ്രതികരിച്ചത്. കോഴിക്കോട് നിന്ന് ജഗദീഷ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ജഗദീഷ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഹലോ, ഇത് ഈ റിപ്പോർട്ട് ഈ ആർക്ക് വേണ്ടി എഴുതിയ റിപ്പോർട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ റിപ്പോർട്ടാണോ അല്ല പ്രതിപക്ഷത്തിന് വേണ്ടി എഴുതിയ റിപ്പോർട്ടാണോ? എഴുതിയ ഇവർക്കെതിരായിട്ട് ഒരു അന്വേഷണം ആണ് അത് വേണ്ടി വരിക. കാരണം ഇത്രയും മഴക്കെടുതിയിൽ ഇത്രയും ദുരിതം അനുഭവിച്ച ഈ നാടിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ട് എഴുതിയ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എഴുതിയ ഒരു റിപ്പോർട്ടാണെന്നാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. നിങ്ങൾ ന്യൂസ് 18 ഇത് പ്രധാന വാർത്തയായിട്ട് പ്രധാന ഇതായിട്ട് വിടുന്നുണ്ടല്ലോ. ഇത് പ്രതിപക്ഷത്തിന് വേണ്ടി എഴുതിയ ഒരു റിപ്പോർട്ടാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്ന് KCBയും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും വാർത്തയായി വരുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള തരത്തിലുള്ള ഈ ഹിയറിംഗ് നടത്തിയില്ല എന്നുള്ളതും. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ താങ്കൾ പറഞ്ഞത്, അതായത് ഒരു ആർക്കോ വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണെന്ന അതിന് അടിസ്ഥാനമിടുന്നതാണോ ഈ KCBയുടെ നിലപാടും? എന്തുകൊണ്ടാ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അവർക്ക് എഴുതിയ റിപ്പോർട്ടാണ്. അയാൾ ഇതിന് വേണ്ടിയിട്ട് കൈമണി വെച്ചിട്ടുണ്ടോന്ന് ഉള്ളത് നോക്കണം നമുക്ക്. ശരി, നന്ദി. മൂവാറ്റുപുഴയിൽ നിന്നും ദീപു എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ദീപു, ഈ റിപ്പോർട്ടിനെ ഗൗരവമായി താങ്കൾ കാണുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ആ അഭിപ്രായം താങ്കൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് പറയാനുള്ളത്? ഇത് ജനങ്ങളെ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ ഡാമുകൾ തുറന്നുവിട്ട് ജനങ്ങളിൽ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ ഇല്ലായ്മയായി പോയ ഒരു ഉണ്ടായ സംഭവമാണത്. ഇത് കുറെ കൂടി മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഒത്തിരി ജനങ്ങളുടെ ജീവനും. ശ്രീ ദീപു, ഈ റിപ്പോർട്ടിനെ താങ്കൾ ഗൗരവമായി കാണുന്നുണ്ടോ? ഈ റിപ്പോർട്ടിനെ ഞാൻ വളരെ ഗൗരവമായി കാണുന്നു സാർ. ഇത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നേരത്തെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയതുപോലെ ആ റിപ്പോർട്ട് എന്തൊക്കെ ചിലരുടെ പ്രേരണ പോലെ എഴുതിയ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഈ അപ്രതീക്ഷിതമായ ഉണ്ടായ മഴയാണ് ഈ പ്രളയത്തിന് കാരണമെന്ന തരത്തിലാണ് ആ പ്രേക്ഷകൻ പ്രതികരിച്ചത്. പക്ഷെ താങ്കളുടെ നിലപാട് അത്തരത്തിലല്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടായ മഴയ്ക്ക് മുമ്പേ ഇത് സർക്കാരിന് ചെയ്യാമായിരുന്നു. കുറെ ഡാമുകൾ വരെ തുറന്നു വിട്ട് ഇത്രയും വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് തുറന്നു വിട്ട് ഒത്തിരി കാര്യങ്ങൾ സർക്കാർ മുൻകൂട്ടി ചെയ്യാമായിരുന്ന കാര്യങ്ങളാണിത്. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, മൂവാറ്റുപുഴയിൽ നിന്നും ദീപു എന്ന പ്രേക്ഷകൻ. കോട്ടയത്ത് നിന്ന് ബ്രൈറ്റ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ബ്രൈറ്റ്, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രതികരണം? ഇവര് ഡാം തുറന്നു വിട്ടത് ശരിക്കും പറഞ്ഞാൽ ഡാം പൊട്ടും എന്നുള്ള ഒരു നിലപാടിൽ എത്തിയപ്പോഴാണ് ഇവര് ഡാം തുറന്നു വിട്ടത്. പക്ഷെ എങ്കിൽ പോലും ഇവര് ഡാം തുറന്നു വിടുന്നതിന് മുമ്പ് ഇവർക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ആറ്റിലെ മണൽ മുഴുവനും, അതായത് 12 അടി മുതൽ 28 അടി വരെ വെള്ളം പൊങ്ങിയായിരുന്നു ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ. റാന്നി മേഖലകളിലൊക്കെ 25 അടി വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവര് മണലെല്ലാം വാരി കഴിഞ്ഞിട്ട്, അതായത് മുഴുവൻ മണലും വാരിയിരുന്നുവെങ്കിൽ ഇപ്പോഴും 40 അടി 50 അടി വരെ മണൽ കിടക്കുന്ന സ്ഥലമുണ്ട്. ഈ മൊത്തം മണൽ മാറ്റിയിട്ടാണ് ഇവർ തുറന്നു വിട്ടിരുന്നുവെങ്കിൽ ഇതിലും ന്യായമായിട്ട് ആർക്കും അപകടവും വരത്തില്ലായിരുന്നു, വെള്ളം താനെ ഒഴുകി പോകുമായിരുന്നു. ഇത് ഇവരാരും തന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ശരി, നന്ദി പ്രതികരിച്ചതിന് ബ്രൈറ്റ്. കോട്ടയത്ത് വന്ന വെണ്ണൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ പ്രദീപ്, ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ചപ്പറ്റി എന്ന് കാട്ടിക്കൊണ്ട് 16ഓളം ഹർജികളാണ് ഹൈക്കോടതിയിലെത്തിയത്. ആ ഹർജികളെല്ലാം കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു അമിക്കസ് ക്യൂറിയെ നിയമിച്ചതും. അമിക്കസ് ക്യൂറി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ നടത്തി. പക്ഷേ KCB അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അതും ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഹിയറിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ഹിയറിംഗ് ഒന്നും നടത്തിയില്ല എന്ന് KCBയും പറയുന്നുണ്ട്. മന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായി മറുപടി പറയാതെ ക്ഷുഭിതനായി പോവുകയും ചെയ്തു. ഇവിടെ ഈ
പ്രത്യേകിച്ചും എടുത്തു പറയുന്നൊരു കാര്യം, ജഡ്ജി അധ്യക്ഷനായ സ്വതന്ത്ര കമ്മിറ്റി ഇക്കാര്യത്തിൽ വിശദമായ ഒരു പഠനം അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. സത്യമറിയാൻ അത്തരമൊരു അന്വേഷണത്തിന് ആവശ്യം ഉണ്ട്. എന്താണ് തോന്നുന്നത്? നമസ്കാരം സാർ. അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ അപകടം നടന്നത്, ഈ ദുരന്തം നടന്ന് ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് അതിന്റെ വ്യാപ്തി മാറുന്നതിന് മുമ്പ് തന്നെ വേൾഡ് ഡിസാസ്റ്റർ സെന്ററിൽ നിന്ന് നമുക്കൊരു ഇത് വന്നു. ഇത് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് വന്നതാണ്. വേൾഡ് ഡിസാസ്റ്റർ സെന്റർ അവർ അതിന്റെ പഠനം നടത്തി 4 ദിവസത്തിനകത്ത് കൊണ്ടുവന്ന റിപ്പോർട്ടാണ് അത്. രണ്ടാമത് വേറൊരു പ്രേക്ഷകനിവിടെ പറഞ്ഞതുപോലെ, അതായത് എനിക്ക് ചെന്നൈയിലുള്ളൊരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ, നമുക്കിപ്പോ സർക്കാരിന് വെള്ള പൂശുക അദ്ദേഹം നല്ല ശ്രമിച്ചു, അതല്ല ഇവിടുത്തെ കാര്യം. ഇത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ തലയിൽ വെള്ളം കോരി വീഴ്ത്തും പോലെയാണ് ചെയ്തത്. ഒന്ന്, നമ്മള് ഒരു ഡാം തുറന്നു വിടണമെങ്കിൽ അത് പകല് മാത്രമേ ചെയ്യാവൂ എന്നൊരു നിയമമുണ്ട്. പിന്നെ അതിനൊപ്പം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 4 സോണായി തിരിച്ചുകൊണ്ട് എല്ലാ ദിവസവും അപ് ടു ഡേറ്റ് ഇവിടെ കൊടുക്കുന്നതാണ്. ആ ഡേറ്റ് പിന്നെ താങ്കളുടെ ചാനൽ തന്നെ, ഞാൻ താങ്കളുടെ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകനാണ്, നിങ്ങൾ ലൈവില് കാണിച്ചുകൊണ്ടിരുന്നില്ലേ ഈ പ്രോഗ്രാം? ഡാം നിറയുന്നു, പാലം നിറയുന്നു, വളരെ കെയർഫുൾ ആയിരിക്കണം, മന്ത്രിയുടെ കാര്യം എന്താണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവിടെ കൊടും ഭീതി വരാൻ നേരത്ത് ഇവിടുത്തെ ഒരു മന്ത്രി എന്താ ചെയ്തത്? ജർമ്മനിക്കാ പോയെ. അപ്പോ പിന്നെ വളരെ കഴിവുകെട്ട് ഞാൻ തീർച്ചയായും, കാരണം 450 ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ MM മണിയെ പോലത്തെ ഒരു വിവരവും ഇല്ലാത്ത, വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വ്യക്തിയെ പിടിച്ച് ഈ ഇതേപോലത്തെ സ്ഥാനങ്ങൾ ഇരുത്തി കഴിഞ്ഞാൽ ഇനിയും ദുരന്തങ്ങൾ വരും. ദയവ് ചെയ്ത് ഈ വ്യക്തിയെ എടുത്ത് മാറ്റിയിട്ട് ആരെങ്കിലും കഴിവുള്ള ഒരു മന്ത്രിയെ അല്ലെങ്കിൽ കഴിവുള്ള ഒരാളെ നിർത്തി കഴിഞ്ഞാൽ കുറെങ്കിലും വരാൻ പോണ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കും. ഇനിയും ദുരന്തങ്ങൾ നമ്മളെ തേടി ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് 6 മാസമായിട്ട് ഇതിനു വേണ്ടി ഒരു പരിശ്രമം പോലും ഈ സർക്കാർ നടത്തിയിട്ടില്ല. ശരി, അവ ഇപ്പോഴും വെള്ളത്തിലാണ്. നന്ദി. പ്രതികരിച്ചതിന് വെണ്ണിയൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകൻ. കോട്ടയത്ത് നിന്ന് സാബു എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ക്ഷമിക്കണം, ബാബു എന്ന പ്രേക്ഷകനാണ് ടെലിഫോൺ ലൈനിലുള്ളത്. ബാബു, ഇവിടെ ഡാം മാനേജ്മെന്റിന് വീഴ്ച പറ്റിയെന്നാണ് അമിക്കസ് ക്യൂറി പറയുന്നത്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ദുരന്തം വരുത്തി വെച്ചത് തന്നെയാണ് തീർച്ചയായിട്ടും. ഇവിടെ കോട്ടയത്തെ സ്പിൽവേയും ഷട്ടറും അടച്ചിട്ടിട്ടാണ് ഡാം തുറന്നു വിട്ടത്. അതുകൊണ്ടാണ് ഇത്ര ഭയങ്കരമായ ദുരന്തം വന്നത്. അത് ഇനിയും വരും. 2022 ഇനിയും ദുരന്തം വരും. വരാനായി ഇരിക്കാനുള്ള എന്ത് മുൻകരുതൽ എടുത്തില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ വിശ്വസിക്കരുത്. നമുക്ക് പ്രതികരിക്കാനുള്ളത്, നമ്മൾ ജനങ്ങളെ പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും ദുരന്തങ്ങൾ വരും. 2022 മുൻകരുതലിനോട് ഇരുന്നില്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പൂട്ടും. മുല്ലപ്പെരിയാർ ഡാം പൂട്ടിയാൽ ഇപ്പൊ 400-500 പേരല്ല, 1,50,000 1.5 ലക്ഷം ആൾക്കാർക്ക് പോകുന്നത്, അതായത് 3 ജില്ലകളെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധ ഇക്കാര്യത്തിൽ എടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. നന്ദി പ്രതികരിച്ചത്. കാസർഗോഡ് നിന്ന് സുരേന്ദ്രൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ സുരേന്ദ്രൻ, ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് അമിക്കസ് ക്യൂറി പറയുന്നുണ്ട്. ഇനി ഇത്തരം സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണമാണ് പോംവഴി എന്ന് പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഹലോ, കേൾക്കാം, പറയൂ. ഇതിനു മുമ്പ് പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഇത് എന്നു വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു വിദ്യാശക്തി മന്ത്രിയും അതുപോലെ തന്നെ ഭരണകൂടം അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് വന്നാലും വേണ്ടില്ല, മറ്റുള്ളവർക്ക് ദ്രോഹം വന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കോടികളൊന്നും ഉണ്ടാക്കണം എന്നുള്ള ഒരു രീതിയാണ് അവരുടെ മനസ്സിൽ. അല്ലാതെ വേറെ ഒന്നുമല്ല അതിന്റെ അകത്തെ ചിന്ത. അത് കുറെയൊക്കെ ആലോചിച്ച് ചെയ്തെങ്കിൽ ഇതൊന്നിന് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ. തീർച്ചയായും. എന്തായാലും അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ മറുപടി ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായിരിക്കും ആ ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനെ കുറിച്ചുള്ള സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നുള്ളതും നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാം. പ്രളയ കാരണത്തെക്കുറിച്ച്, ആ പ്രളയത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ തന്നെയാണ് വിശദമായ നിലപാടുകൾ തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പൊതുവേദിയിൽ സംസാരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.